ഹലോ ഗൈസ്, കെട്ടിയൊരുങ്ങി ഈ മഴയത്ത് ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ഞാൻ വീഡിയോന്റെ അവസാനം പറയാവേ. ആദ്യം തന്നെ ഞാനൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് വീടിനടുത്തുള്ള റോഡിലേക്ക് നടന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുടയെടുത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു ഗൈസ്. പിന്നൊന്നും നോക്കിയില്ല, ചേച്ചീന്റെ വീട്ടിൽ പോയി കുടയും വാങ്ങി തിരിച്ചു വന്നപ്പോഴേക്കും ഓട്ടോ എത്തി. അങ്ങനെ ഓട്ടോയിൽ കയറിയതേ ഞാൻ പോവാണേ. ആദ്യം തന്നെ ഞാൻ പോകുന്നത് ഞങ്ങളുടെ ഹോട്ടലിലേക്കാട്ടോ. ഹോട്ടലിൽ ഞാനൊരു കവർ വെച്ചിട്ടുണ്ട്. ആ കവർ ഇന്നൊരാൾക്ക് കൊടുക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ ദൗത്യം. അങ്ങനെ ഞാൻ ഹോട്ടലിലെത്തി കവർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ പിന്നെയും മഴ. ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ഞാൻ കുട തുറന്നു ഗൈസ്. അങ്ങനെ ദേ കുടയും ചൂടി ഞാൻ പോവാട്ടോ. ഇതോ ആ കാണുന്ന ബിൽഡിങ്ങിലേക്കാട്ടോ ഈ പോക്ക്. ആ കാണുന്ന ദന്താശുപത്രിയിലേക്ക്. ഇനി ഞാൻ പല്ല് കാണിക്കാൻ പോവാന്നുള്ള കമന്റും കൊണ്ട് ആരും കമന്റ് ബോക്സിലേക്ക് വരണ്ട. കാരണം ഞാൻ പല്ല് കാണിക്കാനല്ല പോകുന്നത്, ഞാൻ അവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ ഞാൻ ഡോറ് തുറന്നു. ദേ നിൽക്കുന്ന എൻ്റെ കഥയിലെ നായിക. ഇതാരാന്നറിയോ? എൻ്റെ മാമിയാട്ടോ. ഇന്ന് മാമീൻ്റെയും മാമൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഗൾഫിലുള്ള മാമൻ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാമിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാൻ. പിള്ളേരൊരാഗ്രഹം പറഞ്ഞല്ലേ, ഞാനതങ്ങ് സാധിച്ചും കൊടുത്തു. ശരിക്ക് മാമി സർപ്രൈസ് ആയിട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. പോകുന്ന വഴിക്ക് ദേ ഞാൻ ഇവനെ കണ്ടു. വെറുതെ വിടോ, ഇവനെയും വാങ്ങിയിട്ടാട്ടോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയേ. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓട്ടോ കയറാൻ പോവാണേ. അങ്ങനെ ഒരിക്കൽ കൂടെ മാമിക്കും മാമനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഓട്ടോയിൽ കയറി ഞാൻ വീട്ടിലെത്തിയിട്ടോ ഗൈസ്. താങ്ക് യു, ബൈ.